നമ്മളിപ്പോൾ ഉള്ളത് മിർജാൻ ഫോർട്ടിലാണ്. റോഡിൽ നിന്ന് ഒരു 700 മീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ ഒരു റോഡിലോട്ട് നമ്മൾ വരുന്നത്. ഇവിടെ പാർക്കിങ്ങിനൊക്കെ നല്ലപോലെ സ്ഥലമൊക്കെ ഉണ്ട്. എൻട്രൻസ് ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. AM to 5:30 PM. ഓക്കെ, നമ്മൾ സമയം കണ്ടു. ഇവിടെ വന്നിട്ട് ആരെയും കാണുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അറിയത്തില്ല. നമ്മളിപ്പോൾ ഉള്ളത് മിർജാൻ ഫോർട്ടിലാണ്. ഇവിടുത്തെ ടൈമിങ് 8 AM to 5:30 PM. ഇതെന്താണ് രഞ്ജ, എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ താങ്കൾക്ക് പറയാനുള്ളത്? ഇത് വന്നുപോയി. പക്ഷെ നിക്നെയിമായിട്ട് പോർച്ചുഗീസ് ആൾക്കാർ വിളിച്ചോണ്ടിരുന്ന പേര് പെപ്പർ ക്വീൻ എന്ന ഒരു റാണി. ഗൈസ്, ഇവിടെയൊക്കെ വാറൊക്കെ മീൻസ് ബുള്ളറ്റൊക്കെ റീഫിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ പോയിട്ടിരിക്കുന്നതാണ്. ഇന്നത്തെ വല്ലതുമാണ് നമ്മൾ താമസിക്കുന്നെങ്കിൽ ആൾക്കാർ നമ്മളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങോട്ടാ ഞാൻ ഉദ്ദേശിച്ചാണ്. അയ്യോ, എല്ലാം കഴിയേ. മഴ കാണുന്നുണ്ട്. കഥോ എന്റെ ബുദ്ധിപരമായിട്ടുള്ള. പിന്നെ ഇവിടുന്ന് നമുക്ക് മെയിനിലോട്ട് പോവാം കേട്ടോ. എനിക്ക് മനസ്സിലാവത്തില്ല ഇതൊക്കെ ഇങ്ങനെ മോന് ഇത് വെച്ചിട്ട് അടിച്ച പോലെ ചിലടത്ത് മാത്രം. ഇവിടെ ഗേറ്റ് ഒക്കെ വെച്ച് അടച്ചു. ഇവിടെ മറ്റേ ഇതൊക്കെ വെക്കാനായിരിക്കും അല്ലെ, അമ്യൂണിഷൻ. കർണാടകയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഗോകർണയിലെ മിർജാൻ ഫോർട്ട്. ഗോകർണയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ 16-ാം നൂറ്റാണ്ടിലെ കോട്ട സാംസ്കാരിക മഹത്വവും വിശിഷ്ട ചരിത്രവും ഉൾക്കൊള്ളുന്നു. അഘനാശിനി നദിയുടെ തീരത്തുള്ള മിർജാൻ ഫോർട്ട് നമ്മുടെ ചരിത്രമായ ഭൂതകാലത്തിൻ്റെ രാജകീയ സ്മരണയാണ്. സാംസ്കാരിക പൈതൃകവും ചരിത്രവും കൊണ്ട് സമ്പന്നമാണ് ഈ കോട്ട. എന്നിരുന്നാലും കോട്ടയുടെ തുടക്കത്തെക്കുറിച്ച് നിരവധി കഥകളുണ്ട്. ഏറ്റവും പ്രശസ്തമായ പതിപ്പനുസരിച്ച് പെപ്പർ ക്വീൻ എന്നറിയപ്പെടുന്ന ഗർസോപ്പയിലെ രാജ്ഞിയായ ചെന്നൈ ഭൈരവി ദേവിയാണ് കോട്ട നിർമ്മിച്ചത്. വിജയനഗർ പ്രദേശവും അവരുടെ ഭരണവും ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒന്നായിരുന്നു. ഏകദേശം 54 വർഷം നീണ്ടുനിന്നു. ഏക്കർ വിസ്തൃതിയിൽ ലാറ്ററൈറ്റ് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വിശാലമായ ഈ ഫോർട്ട് നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വെള്ളം സംഭരിക്കാൻ യുദ്ധകാലത്തും അതിനുശേഷവും കുഴിച്ച നിരവധി കിണറുകൾ ഇവിടെ കാണാൻ കഴിയും. ഉയർന്ന മേൽത്തട്ട്, കൊത്തളങ്ങൾ എന്നിവയുള്ള ഈ കോട്ട പ്രശസ്തമായ ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. കിടങ്ങുകൾ, രഹസ്യപാതകൾ, കനാലുകൾ എന്നിവയ്ക്കൊപ്പം ഇതിന് 4 പ്രധാന കവാടങ്ങളുള്ള ചടുലമായ ചരിത്രത്തിൻ്റെ രാജകീയ ഓർമ്മപ്പെടുത്തൽ നൽകുന്നു.
ഗൈസ് എനിക്ക് ക്യാമറ കിട്ടിയേക്കാണ് ഗൈസ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും ഗൈസ്. ഇതൊക്കെ കണ്ട ഈ ഹോൾസ് ഉണ്ടല്ലോ. അപ്പോൾ സോൾജേഴ്സ് ഇങ്ങനെ പോയി ബുള്ളറ്റൊക്കെ റീഫിൽ ചെയ്ത് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇത് നേരത്തെ ഉള്ളതാണോ അതോ ഇവിടുത്തെ സർക്കാർ യൂണിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാക്കിയതാണോ എന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു ഫ്ലാഗിൻ്റെ സ്ഥലമുണ്ട്. ഫ്ലാഗിൻ്റെ സ്ഥലം ഫ്ലാഗൊന്നും കാണുന്നില്ല. ഈ സ്ഥലം വർക്ക് ഇൻ പ്രോഗ്രസ്. ഈ സ്റ്റെയർ കേസ് പിന്നെന്താ അവിടെ എന്തോ കാണുന്നുണ്ട് ഗൈസ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഞങ്ങളപ്പോൾ വന്നത് ഈ സൈഡിൽ നിന്നാന്ന് വെച്ചാൽ ഇതൊരു വെല്ലാണ് ഗൈസ്. ഒറ്റ മിനിറ്റ് ഞാൻ അവിടെ നിന്ന് കാണിക്കാനായിട്ട് പോട്ടെ. ഇത് വലിയൊരു കിണർ എന്ന് വെച്ചാൽ വെല്ല്. പിന്നെ ഞങ്ങൾ വന്ന ഇവിടെ നിന്നല്ല ഞങ്ങൾ വന്ന അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇതൊക്കെ ഇങ്ങനെ ഫോട്ടോ ആവുന്നു. ഇവിടെ എല്ലാം ഗ്രീനറി ആണല്ലോ. ചിലപ്പോൾ ശരിയാണല്ലോ, അത് ഓൾഡ് അല്ലേ. ഇവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. ഇത് ഈ വീഡിയോയിലൊന്നും കറക്റ്റായിട്ട് കാണത്തില്ല എന്തുവന്ന്, പക്ഷെ ഇവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ ലോക്ക്ഡ് ആണെന്ന് തോന്നുന്നു. അച്ഛൻ ലോക്ക്ഡ് ആണെന്ന് എന്തോ പറഞ്ഞു. നോക്കട്ടെ. ഇവിടെ ലോക്ക്ഡ് ആണ്. അവിടെ പോയിട്ടില്ല. എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, അതും കൂടെ ഒന്ന് വായിക്കട്ടെ. അപ്പം ബൈ ഗായ്സ്. വേറെ ഒരു പാസ് വേ. അവരെല്ലാം അവിടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ അമ്മ, कैसे हो भाई और बहनों? इसका अंदर सेम पीस फिर से ये हॉलवेज ही है. അവിടെ റിസ്ട്രിക്റ്റഡ് ഏരിയ ഗൈസ്. അവിടെ റിസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ പോവല്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. യാത്രി ഇവിടെ വരെ വെള്ളം ഗൈസ്. യുദ്ധം ചെയ്യാൻ മാത്രമല്ലേ, ദേ വാണ്ട് പവർ ആൻഡ് പ്രോസ്പെറിറ്റി. എന്തുവാന്ന് എനിക്കറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അങ്കി കമന്റിൽ പറയുക. രാവിലെ ഞാൻ ബ്രെഡ് ഓംലേറ്റും മുട്ട ഓംലേറ്റും എല്ലാം മേടിച്ചു. അച്ഛൻ്റെ വിഷമങ്ങൾ പറയൂ. അച്ഛ രാവിലെ എല്ലാം മേടിച്ചു കൊടുത്തേ. ബ്രെഡ് ഓംലേറ്റും മുട്ട ഓംലേറ്റും എല്ലാം മേടിച്ചു കൊടുത്തേ. ശരിയല്ലേ, എല്ലാം ഒന്നാണല്ലോ. ഇപ്പം എൻ്റെ കണ്ട ഇലയൊക്കെ പറിച്ച് വാരി തിന്നു. അച്ഛന് വീട്ടിൽ പോവുകയാണ് ഗൈസ്. ഞാനും വീട്ടിൽ പോവുകയാണ്. അമ്മ ഒന്ന് ബാ അമ്മ, അവിടെ ഒന്നും പോകണ്ട അമ്മ. ഡോറ സെയിം കളറ്. ഡോറ ദി എക്സ്പ്ലോറർ. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ. ഇവന്റെ പേരാണ് ബുജി. അപ്പോൾ അവിടെ എന്തോ അമ്പലത്തിൻ്റെ കൂട്ടൊരു സാധനമുണ്ട് ഗൈസ്. വർഷം മുഴുവനും സന്ദർശിക്കാവുന്ന ഒരു വെക്കേഷൻ സ്പോട്ടാണ് ഇതെങ്കിലും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് അനുയോജ്യമെന്ന് കണക്കാക്കപ്പെടുന്നു. കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ സമ്മർ ടൈമിൽ ഒരുപാട് ഹ്യൂമിഡിറ്റിയും നല്ല ചൂടും ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം സന്ദർശിക്കാൻ പറ്റിയ സമയമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോകർണയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.